സെപ്റ്റംബറിൽ ഹിമാചൽ ഇലക്ഷൻ വന്നു, കോൺഗ്രസ് ജയിച്ചു. നവംബറിൽ മധ്യപ്രദേശ് ഇലക്ഷൻ വന്നു, കോൺഗ്രസ് ജയിച്ചു. നവംബറിൽ തന്നെ മിസോറാം ഇലക്ഷൻ വന്നു, കോൺഗ്രസ് ജയിച്ചു. അതായത് മാർച്ചിൽ സ്ഫോടനം, സെപ്റ്റംബറിലും നവംബറിലും വന്ന 3 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കുന്നു. അപ്പോൾ ഇതാണ് കോൺഗ്രസ് റൂളിൽ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ഗതിയും പരഗതിയില്ലായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി ഈ ബ്ലാസ്റ്റ് നടത്താൻ പോകുന്നവന്മാരെ പിടിക്കാനുള്ള ആ തത്രപ്പാടിനിടയിൽ അവന്മാർ എക്കും പൊക്കും ഇല്ലാതെ പൊട്ടിച്ച സാധനമാണ്. ബോംബ് പോലും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വിഷം തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പൊട്ടിച്ചതാണ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഒരു സുരക്ഷയില്ലായിരുന്നു, ഇങ്ങനെ തുറന്ന് മലത്തി അടിച്ചിട്ടേക്കായിരുന്നു. വന്ന് പൊട്ടിക്കുക, പോവുക. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുക. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ആസനത്തിലുള്ള വെടിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി ഹിന്ദിയിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ലവണേന ഭോജനം എന്നാണ്. അതായത് ലവണേന ഭോജനം ഒരു ശ്ലോകമാണ്. പക്ഷേ മോദി പറഞ്ഞപ്പോൾ വേറെ എന്തോ ഒക്കെ ആയിപ്പോയി. അതങ്ങോട്ട് പറയേണ്ടി വരും. അപ്പോൾ ശരി.